അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമുക്ക് വെൽക്കം ലൈറ്റ് എന്ന്, അതായത് നമ്മുടെ ഡോറിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ വണ്ടിയുടെ ലോഗോ, വണ്ടി ഏത് ബ്രാൻഡാണോ ആ ഒരു ലോഗോ നമുക്ക് വണ്ടിയുടെ ഡോറിൽ നിന്ന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മൾ വെൽക്കം ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ടൊയോട്ടയുടെ വെൽക്കം ലൈറ്റാണ്. നമ്മളെ വണ്ടി അർബൻ ക്രൂസർ ആയതുകൊണ്ട് നമ്മളതിനകത്ത് ടൊയോട്ടയുടെ ലോഗോ ഉള്ള ലൈറ്റാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് പവർ ലൈനും കാര്യങ്ങളൊന്നും വലിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ഡോർ പാഡിലേക്ക് ഒരു ഒട്ടിച്ച് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ നോർമൽ ബാറ്ററി യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ടൈപ്പ് ബാറ്ററിയാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 ബാറ്ററിന് വേണ്ടി എടുത്തിട്ടാണ് കാരണം ഇതിനകത്ത് നമുക്ക് മൊത്തം ഈ രണ്ട് പീസാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് 2 പീസാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് ഡോറും ഒന്ന് റൈറ്റ് ഡോറുമാണ് വരുന്നത്. അതായത് നമുക്ക് ഫ്രണ്ട് 2 ഡോറിന് വേണ്ടിയാണ് ഇത് വാങ്ങിക്കുന്നത്. നമുക്ക് 4 ഡോറിലേക്കും വേണമെങ്കിൽ നമ്മൾ ഇത് കണക്കത്തെ ഒരു സെറ്റും കൂടെ വാങ്ങിക്കേണ്ടി വരും. അതായത് 2 പീസിൻ്റെ ഒരു സെറ്റ് കൂടെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഡോറിന് വേണ്ടി മാത്രമാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ലൈറ്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതേ കണക്കുള്ള 6 ബാറ്ററി വേണം. അതായത് ഒരു ലൈറ്റിന് നമുക്ക് മൊത്തം 3 ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 എടുത്ത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ 3 ഇട്ടപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഇത് മേടിച്ച ഉടനെ ഇത് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്തിട്ട് ഒരു റീപ്ലേസ്മെൻറ്റ് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്തപ്പം നമുക്കത് വർക്കിംഗ് ആണ്. ഞാൻ അപ്പം ജസ്റ്റ് എടുത്ത സ്ഥലം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതേ സെയിം ലൈറ്റാണ് ഇതിനകത്തും വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. ഇവിടെ കണ്ട് ഇതാണ് എൻ്റെ ഒരു പ്രൊജക്ഷൻ ലെൻസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ട് എൻ്റെ ലെൻസ് ഇതാണ്. ഇവിടെ ഒരു സെൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സെൻസർ വെച്ചാണ് ഇത് ഡോർ ഓപ്പൺ ആകും ക്ലോസ് ചെയ്യാൻ ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ആവുന്നത് ഈ ഒരു സെൻസർ വെച്ചാണ്. ഇവിടെ വേറെ സാധനം കാണാൻ പറ്റും. ഒരു ഫിലിം മാതിരി സാധനമാണ്. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടൊയോട്ടയുടെ ലോഗോ നമുക്കിതിനകത്ത് വരുന്നുണ്ട്. ടൊയോട്ട ലോഗോയുടെ ഇതിനകത്ത് കാണിക്കുന്നത് ഏത് ബ്രാൻഡാണോ അതിൻ്റെ ലോഗോ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ വെയിലത്തോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടൊയോട്ട എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റും ടൊയോട്ട എന്നുണ്ട്. അപ്പം നിങ്ങളത് ഇതിനകത്ത് ഇടുന്ന അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പം ലോഗോ നിങ്ങൾക്ക് തിരിഞ്ഞ് മറിഞ്ഞ് വരുവാണെങ്കിൽ ജസ്റ്റ് ഇത് ഊരി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലോഗോ ഈ രീതിയിട്ടാണ് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ലോഗോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ നമ്മൾ ഇത് ഓൺ ഓഫ് ചെയ്യുന്നതിനാണ് ഈ ഒരു പവർ ബട്ടൺ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട് നമുക്ക് 3 ബാറ്ററിയാണ് നമുക്കിതിനകത്ത് വരുന്നത്. നോർമൽ സൈസ് ബാറ്ററി അല്ല അത്. ഈ ബാറ്ററിയുടെ AAA ബാറ്ററിയാണ് നമുക്കതിനകത്ത് വരുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കനം കുറഞ്ഞ ബാറ്ററി ഉണ്ട്. എൻ്റെ കറക്റ്റ് പേര് എനിക്കറിയാൻ വയ്യ. നമുക്ക് നോർമൽ യൂസ് ചെയ്യുന്ന ബാറ്ററി അല്ല, അതിലും കുറച്ചുകൂടെ കനം കുറഞ്ഞ സൈസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 3 ബാറ്ററിയാണ് നമുക്കിതിനകത്ത് യൂസ് ചെയ്യുന്നത്. ലോക്കായിട്ടുണ്ട്. അപ്പോൾ അടുത്തിട്ട് നമുക്ക് ബാറ്ററി ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കത് ഓൺ ആവുന്നതായിരിക്കും. ജസ്റ്റ് കാണിച്ചു തരാം. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് നമ്മുടെ ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടിട്ട് നമുക്ക് ലോഗോ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല പ്രൊജക്ഷൻ ആയിരിക്കും കാണുന്നത്. ഇവിടെ കണ്ടിട്ട് ടൊയോട്ട എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നമുക്കൊരു പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് വേറെ 2 പീസ് കിട്ടുന്നത്. ഇവിടെ കണ്ട് നമ്മുടെ 2 സെറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ കാണാട്ട് നമുക്കൊരു 2 ഇത് വരുന്നുണ്ട്. അതായത് 2 മാഗ്നറ്റാണിത്. വേണ്ടത് സെപ്പറേറ്റ് ഇട്ടാൽ വരത്തില്ല. അതെന്ന് വെച്ചാൽ മാഗ്നറ്റാണ്. കണ്ടില്ലേ, മാഗ്നറ്റാണ്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റാണ് നമുക്ക് ഇതിൻ്റെ സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയാണ് നമുക്ക് സെൻസറിൻ്റെ ഏരിയ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിവിടെ വയ്ക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് ഓഫാന്ന് കാണാൻ പറ്റും. അല്ലേ, ഈ രീതിക്കാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. പ്ലേസ്മെൻറ്റ് കറക്റ്റ് നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ അത് വർക്കാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഈ 2 സ്റ്റിക്കർ വെച്ചാണ് നമ്മളത് വണ്ടിയിൽ ഒട്ടിച്ച് വയ്ക്കുന്നത്. അതായത് നമുക്ക് 2 സ്റ്റിക്കർ വരുന്നുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. അതായത് നമുക്ക് ഈ രീതിക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സെൻസർ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചതുരം കാണുന്നുണ്ട്. കണ്ടില്ലേ, ഈ രീതിക്കൊരു ചതുരം പീസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൻസറിന് വേണ്ടിയുള്ള സ്റ്റിക്കറാണിത്. അപ്പോൾ ചിലർ വിചാരിക്കും ഇങ്ങനെ ഇരിക്കുന്നു, ചിലർ വിചാരിക്കും സെൻസറിന് സ്റ്റിക്കറില്ല. സെൻസറിന് സ്റ്റിക്കർ ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഊരിയിട്ട് വേണം സെൻസർ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം സമയങ്ങളിൽ നമുക്ക് നേരെ ഇതെങ്ങനെ വണ്ടിയിൽ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ പ്രൊജക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഏരിയയിലായിട്ടാണ് ഞാൻ ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ കാണാൻ നമ്മൾ നോർമൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കാല് തട്ടുന്ന ഏരിയയാണിത്.
അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എന്തായാലും നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ സ്റ്റിക്കറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കറിങ് സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കർ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഈ ഒരു 2 ഏരിയയായിട്ട് ഞാൻ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് തട്ടി ഒരുവിധം സ്ക്രാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടി ഞാൻ ഇവിടെ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ കണ്ട അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗുണമുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെയാണോ വണ്ടി നിറക്കുമ്പോൾ കാല് തട്ടുന്നത് അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഏത് സൈഡിലാണ് തട്ടുന്നതെന്ന്. അപ്പം ഈ ഏരിയയിലൊക്കെ നമ്മൾ കൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാല് തട്ടി അത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏരിയയിലാണ് ചെയ്തത്. ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു പീസിലാണ് ഞാനിത് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കയ്യോ കാലോ ഒന്നും തട്ടാത്ത ഒരു ഏരിയയാണിത്. നമുക്ക് അത്യാവശ്യം ഡോർ തുറന്ന് വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്തായാലും കാല് തട്ടൂല. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കുറച്ച് പാടാണ്. നമുക്ക് ജസ്റ്റ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് 1-2 തവണ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇത് ഞാൻ വണ്ടിയിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ടാണ് ഈ സെൻസറും അതിൻ്റെ 2 പീസും ഈ 2 പീസും ഈ രീതിക്ക് അലൈനാകുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു പീസ് ഞാൻ ഇപ്പം ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും, ഇവിടെ ഒട്ടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഡോറിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് മുകളിൽ വന്ന് സെൻസർ ഓഫാകുന്ന രീതിക്കായിരിക്കും ഞാൻ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിലുള്ള ആ ഒരു ഓരോ വണ്ടിക്കും ഡോർ പാഡും എല്ലാം വ്യത്യാസം. ഇവിടെ കണ്ടിട്ട് ഇവിടെ ഡോർ പാഡ് ഈവൻ അല്ല, കുറച്ചിങ്ങനെ ഈ ഹോൾഡർ വരുന്നുണ്ട്, ഇങ്ങനെ മുഴച്ചിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഫ്ലാറ്റായിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഫ്ലാറ്റായിട്ടുള്ള സർഫസിലേ നമുക്കിത് വെക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷൻ നോക്കിയിട്ട് ഈ രീതിക്ക് ഇത് അലൈനാകുന്ന രീതിയിൽ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് സെറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ആവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ ലൈറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ടൊയോട്ടയുടെ ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ടൊയോട്ട തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പൊസിഷൻ മാറി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ സാധനം മാത്രം ജസ്റ്റ് അളക്കുക. അപ്പോൾ ജസ്റ്റ് ഇതായിരിക്കും. ഇതിങ്ങനെ കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം വേറെ രീതിയിലായിരിക്കും ടൊയോട്ട എന്ന് കാണിക്കുന്നതാണല്ലേ. ടൊയോട്ട തിരിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു സാധനം മാത്രം ഊരിയിട്ട് നിങ്ങൾ തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ടൊയോട്ട തന്നെ കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ടൊയോട്ട തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ മാറിയെന്ന് പറഞ്ഞ് നമുക്ക് ഇത് മൊത്തം ഒരു തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ സാധനം മാത്രം തിരിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡോർ അടയ്ക്കാത്തത് പയ്യെ അടയ്ക്കാൻ ശ്രമിക്കുക. കണ്ട് നമ്മുടെ ലൈറ്റ് കത്തി നിൽപ്പുണ്ട്. അകത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ഓഫായി. ഞാൻ തുറക്കുവാണെങ്കിൽ ലൈറ്റ് അവിടെ കത്തുന്നുണ്ട്, അടയ്ക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡോറ് ജസ്റ്റ് ഒന്ന് അടച്ച് കാണിച്ചിട്ട് ഇവിടെ കണ്ട് നമുക്ക് ഡോർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇവിടെ ഓഫ് ആയിട്ടുണ്ട്, ലൈറ്റ് ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കായിരിക്കണം നിങ്ങളുടെ ഡോറിനകത്ത് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡോറിനകത്ത് ഈ ഒരു ലൈറ്റ് ഓഫ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടില്ലെങ്കിൽ ഈ ലൈറ്റ് എപ്പോഴും കത്തി നിന്നിട്ട് ആ ഒരു ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എൻ്റെ ഒരു പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പെർഫോമൻസ്, നമുക്ക് താഴേക്ക് അടിക്കുന്ന ലൈറ്റ് എത്ര പവർഫുള്ളാണ്, അതിൻ്റെ ഒരു കറക്റ്റ് ലുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.